UDF ആയിരിക്കണം. കേരളത്തിൻ്റെ 20 മണ്ഡലങ്ങളിലും മികച്ച മത്സരങ്ങളാണ് നടക്കുന്നത്. പാലക്കാട് ഇത്തവണ ആർക്കൊപ്പം നിൽക്കും? VK ശ്രീകണ്ഠനിലൂടെ അട്ടിമറിച്ച UDF ഇത്തവണ സീറ്റ് നിലനിർത്തുമോ? അതോ A വിജയരാഘവനിലൂടെ പാലക്കാട് LDF തിരിച്ചുപിടിക്കുമോ? കേന്ദ്രം ആരു ഭരിക്കും? മണ്ണാർക്കാട്ടുകാരുടെ മനസ്സ് ഇത്തവണ ആർക്കൊപ്പമെന്ന നമുക്കൊന്ന് നോക്കാം. A വിജയരാഘവൻ. ആര് ജയിച്ചിട്ട് കാര്യമില്ല. BJP വരണ്ട, അതല്ലേ എല്ലാവർക്കും അതിനെ നല്ലേ. വോട്ടുണ്ടോ? വോട്ടില്ല. ശ്രീകണ്ഠൻ ജയിക്കും. A വിജയരാഘവൻ ജയിക്കാനാണ് സാധ്യത. ആര് ജയിക്കുന്നതും പറയാൻ പറ്റൂല. ഇപ്പോൾ ഇവിടെ UDF ജയിക്കും. കാരണം LDFിന്റെ ഭരണം അങ്ങനെയാണ് പോകുന്നത്. ആരായാലും കുഴപ്പമില്ല, നമുക്ക് BJP അല്ലാത്ത ആരെയും കുഴപ്പമില്ല. BJPന്റെ കയ്യിൽ കിട്ടിയപ്പോ പാലക്കാട് വിജയരാഘവനെ ആര് ജയിച്ചാൽ മതി, നമ്മൾ സുഖമായിട്ട് ജീവിക്കണം. അത്ര എൻ്റെ അഭിപ്രായമുള്ളൂ. നമുക്കറിയാം മണ്ണാർക്കാട് നിയോജക മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോജക മണ്ഡലമാണ്. നമുക്ക് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ UDFിനൊപ്പം നിന്ന ഒരു നിയോജക മണ്ഡലം കൂടിയാണ് മണ്ണാർക്കാട്. അതുകൊണ്ട് തന്നെ ഇത്തവണ മണ്ണാർക്കാടിൻ്റെ വോട്ട് നിർണായകം തന്നെയായിരിക്കും. ആര് ജയിക്കുന്ന എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. വർഗീയ ധ്രുവീകരണം നടത്തുന്ന ഒരു പാർട്ടിയും ജയിക്കരുത്. എല്ലാവരും മനുഷ്യരാണെന്നുള്ളതൊന്നും മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ആഗ്രഹം ഉണ്ടാവില്ലേ? ഉണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ വിജയരാഘവൻ ജയിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. പാലക്കാട് ശ്രീകണ്ഠൻ തന്നെയാവും MP. ഉറപ്പാണ് അടുത്ത വർഷം. പാലക്കാട് ശ്രീകണ്ഠൻ. ഞങ്ങൾക്ക് ശ്രീകണ്ഠൻ. ആരാ ജയിക്കുന്നത് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. പാലക്കാട്ടുകാർ കഴിഞ്ഞ തവണ പറ്റിയ തെറ്റിന് തിരുത്തുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കേരളത്തിൽ LDF വമ്പിച്ച ഭൂരിപക്ഷം എടുക്കാൻ ഒരിക്കലും ഉണ്ടാവില്ല അമീതൻ, ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടത്. എൻ്റെ ഇത് സംഭവം ഞങ്ങൾ വെച്ചുവെച്ചിക്കണു ഒരുപാട് ആൾക്കാരത്ത്. അവൻ LDF ജയിക്കുന്നുണ്ട്. അവൻ്റെ കായും പോയി, ഭക്ഷണം പോയി, അത്രേ ഉള്ളൂ. എന്തായാലും ശ്രീകണ്ഠൻ ജയിക്കും 100%.